അസ്സലാമു അലൈക്കും. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും ബൈക്കെടുക്കാൻ വന്നതും അതിൽ ചാരി നിൽക്കുന്ന അവളെ കണ്ടതും ദേഷ്യമാണ് വന്നത്. അവളെ മൈൻഡ് ചെയ്യാതെ മറു സൈഡിൽ നിന്നും വണ്ടിയുടെ ഹാൻഡിൽ പിടിച്ച് വണ്ടിയൊന്ന് നീക്കിവെച്ചു. എൻ്റെ പ്രവൃത്തികൾ വീക്ഷിക്കുന്നുവെങ്കിലും അവളൊന്നും എന്നോട് മിണ്ടിയില്ല. ചാവിയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴും അവൾ എൻ്റെ പിറകിൽ സ്ഥാനമുറപ്പിച്ചു. നൈഷാന! ദേഷ്യം കടിച്ചു പിടിച്ച് അവൾക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ അവളെ വിളിച്ചു. ഇവിടെ വച്ചൊരു സീൻ വേണ്ട സാർ, പലരും ശ്രദ്ധിക്കും, എനിക്ക് സംസാരിക്കണം എന്ന് മാത്രം പറഞ്ഞവൾ അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ ഉള്ളിലെ ദേഷ്യം ആ വണ്ടിയിൽ തീർത്ത് സ്പീഡിൽ അവിടെ നിന്നും പുറത്തിറങ്ങി. പുറകിലിരിക്കുന്നവളുടെ ശരീരഭാരം അവൻ്റെ പുറത്ത് കൂടുതൽ വന്നു ചേർന്നതും അവൻ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി ഒതുക്കി. ഇറങ്ങ്! ഇപ്രാവശ്യം അവൻ്റെ സ്വരം അല്പം ദേഷ്യം നിറഞ്ഞതായിരുന്നു. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കാതെ അവളിരുന്നു. എനിക്ക് സംസാരിക്കണമെന്നാ ഞാൻ പറഞ്ഞത്, കേട്ടിട്ട് പോയാൽ മതി. ക്ലാസ്സിൽ പതുങ്ങി കളിക്കുന്ന നിഷാനയിൽ നിന്നും ഒത്തിരി വ്യത്യാസം അവളുടെ വാക്കുകളിലൂടെ അവൻക്ക് തോന്നി. പിന്നീടുള്ള അവളുടെ സംസാരങ്ങൾ, അവൻ്റെ എതിർപ്പുകളൊക്കെ ദിവസങ്ങളും മാസങ്ങളും നീങ്ങി. എന്നിട്ടും തോറ്റു പിന്മാറാതെ അവൻക്ക് വരുന്ന പല ആലോചനകളും അവൾ കൃത്യമായി മുടക്കിക്കൊണ്ടിരുന്നു. എന്തിനാണ് ഇത്ര വെറുപ്പെന്ന് അവന് തന്നെ മനസ്സിലായില്ല. തനിക്ക് മുമ്പിൽ ഒരു പെൺസിംഹത്തെ പോലെ അവൾ നിലകൊണ്ടു. മറ്റാർക്കും അറിയാത്ത പരിചയമില്ലാത്ത നിഷാന. അവസാനം അവൾ എൻ്റെ ഹൃദയം കവർന്നെടുത്തു. വിവാഹത്തിൻ്റെ അന്ന് മഹർ അണിയിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും 2 കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കയ്യിലേക്ക് പതിച്ചിരുന്നു. പിന്നെ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് മുഖം ചേർത്തൊരു പൊട്ടിക്കരച്ചിലായിരുന്നു. പരസ്പരം സ്നേഹിച്ചും പ്രണയം പങ്കിട്ടും കടന്നുപോയ ദിനങ്ങൾക്കൊടുവിൽ അവളൊരു ഉമ്മയാകാൻ പോകുന്നു എന്നൊരു വാർത്ത ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നിറച്ചു. പിന്നീട് നീണ്ടുനിന്ന കാത്തിരിപ്പ്, കൺമണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. അതിനിടയിൽ അപ്രതീക്ഷിതമായി 9ാം മാസം അവൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. തകർച്ചയുടെ ആദ്യഘട്ടം. പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്യണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം 2ൽ ഒരാൾക്ക് മാത്രമേ സാധ്യതയെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച നിമിഷങ്ങൾ. മഞ്ഞുപോലൊരു കൺമണി കയ്യിലേക്ക് വന്നു ചേരുമ്പോഴും നൈഷു ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരുന്നു. ജുനൈ എന്ന വിളിയിൽ ചിന്തകളിൽ നിന്നും നൈഷു മറയുമ്പോൾ അരികിൽ കിടന്ന കുഞ്ഞുടൽ വീണ്ടും കരച്ചിൽ തുടങ്ങിയിരുന്നു. എനിക്കൊരു പെണ്ണിനെ വേണം ഉപ്പ, എൻ്റെ കുഞ്ഞിനെ വിശപ്പടക്കാൻ പറ്റുന്ന ഒരു പെണ്ണ്. കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴും അവൾ അവൻ്റെ മാറിൽ അമ്മിഞ്ഞക്കായി പരതി. മാഷി! ഉമ്മറക്കോലയിൽ നിന്നും ആരുടെയോ വിളി. പഠിച്ചോനെ, സുബൈർക്ക! ആ ശബ്ദത്തിൻ്റെ ഉടമയെ മനസ്സിലായ പോലെ അവളൊന്ന് നെട്ടി. അമ്മോൻ്റെ മോനാണ്. കുഞ്ഞിനെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി കട്ടിലേക്ക് കിടത്തി. 2ാമത്തവനും ഉറങ്ങിയിട്ടുണ്ട്. വേഗം ചെന്ന് വാതിൽ തുറന്ന് അതിൻ്റെ മറവിൽ നിന്നു അവൾ. മാഷി! ഇനിയെങ്കിലും എൻ്റെ മുന്നിലേക്കൊന്ന് വന്നു നിൽക്കടോ താൻ. മറവിൽ കാണുന്ന അവളുടെ ഷാളിൻ്റെ നേർത്ത അറ്റത്തിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു. സുബൈർക്ക, ഇത്താത്തയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അവരൊക്കെ സുഖത്തിൽ തന്നെയാണ് മാഷി. എല്ലാവരുടെയും കാര്യങ്ങൾ തിരക്കുന്ന ആൾ എന്ത് എന്നെക്കുറിച്ച് ചോദിക്കാത്തത്? തനിക്കൊന്ന് എൻ്റെ മുന്നിലൊന്ന് വന്നു നിന്നൂടോ? ഇനിയും വേണം ഈ ഒളിച്ചുകളി. അല്പം ദേഷ്യത്തോടെ അവൻ പറയുമ്പോൾ അവൾ ഒന്നുകൂടി മറവിലേക്ക് ചുരുങ്ങി നിന്നു. എനിക്കിഷ്ടമാണ് മാഷി ഇപ്പോഴും തന്നെ. തനിക്കിനിയെങ്കിലും എന്നോട് സമ്മതം പറഞ്ഞോളെ. പൊന്നു പോലെ നോക്കാം ഞാൻ. 2ാം ഘട്ടമൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. നിൻ്റെ സമ്മതം മാത്രം മതി. പള്ളിയിൽ ചെന്ന് കമ്മിറ്റിയിൽ സംസാരിക്കാൻ ഞാൻ. 2 ഭാര്യമാരെ നോക്കാനുള്ള എല്ലാ കാര്യത്തിനും എനിക്കുണ്ട് മാഷി. താനൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് നോക്കടോ. അവൻ ആവേശത്തിൽ അവളോട് പുലമ്പി. ഒരു പെണ്ണിൻ്റെ കണ്ണീര് വീണിട്ട് എനിക്കൊരു ജീവിതം വേണ്ട സുബൈർക്ക. അങ്ങനെ ഒരു കുടുംബ തകർച്ച മാത്രമുള്ള കഠിന മനസ്സൊന്നും എനിക്കില്ല. ബന്ധം പിരിഞ്ഞിട്ടും മക്കളുടെ ഉപ്പ വേറെ കെട്ടിയെന്നറിഞ്ഞപ്പോൾ ഞാനും കുറെ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണും അങ്ങനെ കരയാൻ ഞാനൊരു കാരണമാകരുതെന്ന് എനിക്ക് ഉണ്ട് മാഷി. ഞാൻ അവളോട് സംസാരിക്കാം. അവളുടെ ഇഷ്ടം കൂടി പരിഗണിക്കാം. എന്നാലെങ്കിലും താൻ സമ്മതിക്കുമോ? വർഷങ്ങളുള്ളിൽ താലോചിച്ച് നടന്ന ഒരു ദിനമെങ്കിലും ആ പ്രണയം എനിക്ക് അനുഭവിക്കണം. അന്ന് ആട്ടിവിട്ടയുടെ മുന്നിൽ ഒരു ദിനമെങ്കിലും തല ഉയർത്തി നിൽക്കണം. മനസ്സിൽ പക നിറച്ച് അവൻ ഗൂഢമായി ചിരിച്ചു. വശ്യമായി പുഞ്ചിരി. എനിക്ക് താല്പര്യമില്ല സുബൈർക്ക. വേണ്ടാത്ത ചിന്തകൾ മനസ്സിലുണ്ടെങ്കിലേ ഇനി ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരരുത്. അതിൻ്റെ പേരിൽ കൂടി പഴി കേൾക്കാൻ എനിക്കും മക്കൾക്കും വയ്യാഞ്ഞിട്ടാ.
അതും പറഞ്ഞിട്ടവൾ വാതിലടച്ചു കളഞ്ഞു. ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്നൊരു കാലം അവളുടെ മനസ്സിൽ മിന്നിമാഞ്ഞു. അത് ഉപ്പാക്ക് സമ്മതമാണെങ്കിൽ ഉപ്പയെ അനുസരിക്കാമെന്നും മറുപടി കൊടുത്തു. പക്ഷെ ഉപ്പാക്ക് കുടുംബത്തിൽ നിന്നും ഒരു ആലോചന വന്ന വേണ്ട എന്ന നിലപാടിൽ ആ ആലോചന തെറ്റിപ്പോയി. പിന്നെയും ഉപ്പയുടെ മുന്നിൽ വന്ന് സുബൈറിക്ക പറഞ്ഞു നോക്കിയെങ്കിലും അവസാനം ഉപ്പ ഒരു ദയയും കൂടാതെ ഇറക്കി വിട്ടു. ഒരിക്കലും ഒരു പ്രണയം തോന്നിയിട്ടില്ല. ഇനി എൻ്റെ മക്കൾക്ക് മാത്രമായി ജീവിക്കണം. കുഞ്ഞിൻ്റെ ഓരം ചേർന്ന് കിടക്കുമ്പോൾ മാറിൽ പാൽമണം നിറഞ്ഞിരുന്നു. വൈകുന്നേരമാണ് ആ കിടത്തം അവസാനിപ്പിച്ച് അവൾ എഴുന്നേറ്റത്. കൂടെ മക്കളും. പ്രതാപം അറിഞ്ഞു. ഉപ്പയും ഉമ്മയും നാഥൻ്റെ വിളിക്ക് ഉത്തരം നൽകി. ആകെയുള്ള കൂടെപ്പിറപ്പ് പ്രണയത്തിൻ്റെ പുറകെ പോയി. പ്രിയതമന് പ്രിയം കുറഞ്ഞു. എന്നേക്കാൾ നല്ലൊരുവൾ ഇനിയും ജീവിതത്തിലുണ്ടാവുമെന്ന് പറഞ്ഞ് ആ ബന്ധവും തിരശ്ശീല വീണു. ഒരേക്കർ വരുന്ന ഭൂമിയിൽ വീട് നിൽക്കുന്നതൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ വിറ്റു. അതൊക്കെയും കടങ്ങൾ തീർക്കാനും മറ്റുമായി ചിലവായി. ഉപ്പ മരിക്കും മുമ്പേ ഈ വീട് ഞങ്ങൾ 2 മക്കൾക്കും വേണ്ടി എഴുതി വെച്ചു. അത് എന്തുകൊണ്ടും ഒരു അനുഗ്രഹമായിരുന്നു. ഉപ്പയുടെ മരണശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ല തന്നെ കൂട്ടാൻ. ചടങ്ങുകൾ കഴിഞ്ഞ് ഓരോരുത്തരും പിരിഞ്ഞുപോയി. താനും സഹോദരനും 2 കുഞ്ഞുങ്ങളും മാത്രമായി. മൂത്ത മകൾ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ജ്യേഷ്ഠന് കുട്ടികളില്ലാത്തതുകൊണ്ടും അവിടുത്തെ പ്രസവമായതുകൊണ്ടും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ മോളെ ജ്യേഷ്ഠത്തെയാണ് നോക്കിയത്. പിന്നീട് അവളുടെ എല്ലാ കാര്യങ്ങളും അവർ ഏറ്റെടുത്തു. എനിക്കും വിഷമമൊന്നും തോന്നിയില്ല. കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ എന്ന ആശ്വാസം. ഇപ്പോൾ നെഞ്ചിനൊരു പിടപ്പാണ്. ദിവസങ്ങൾ കഴിഞ്ഞതും പള്ളിയിൽ നിന്നും ഒരു എഴുത്ത് കിട്ടി. തന്നെ ഭർത്താവ് ഒഴിവാക്കിയെന്നുള്ള രേഖ. ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഈ 2 കുഞ്ഞുങ്ങളെപ്പോലും വേണ്ടാതായല്ലോ എന്ന് ഓർക്കുമ്പോൾ നെഞ്ഞ് വിങ്ങി വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ഒരു മൂലയിൽ ചുരുങ്ങിക്കിടന്ന ദിവസങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടുന്നതേയുള്ളൂ. അതിനിടയ്ക്ക് ഒറ്റപ്പെടലിൻ്റെ അടുത്ത വാർത്തയും തനിക്ക് അരികിൽ വന്നിരുന്നു. കട്ടിലിൽ ചുരുണ്ടിക്കിടക്കുന്നവളുടെ അരികിലിരിക്കുമ്പോൾ അവനും കുറച്ച് വേദന തോന്നി. നീ എഴുന്നേൽക്കുന്നില്ലേ? വല്ലതും വന്ന് കടിക്ക്. വാ. എനിക്കൊന്നും വേണ്ട. എനിക്ക് കുറച്ച് സംസാരിക്കണം മാഷി. അത് കേൾക്കെ അവൾ എഴുന്നേറ്റ് കട്ടിലിൽ ചാഞ്ഞിരുന്നു. കണ്ണീർ ചാലിട്ട പാട് ആ മുഖത്ത് തെളിഞ്ഞു കാണാം. പാറിപ്പറന്ന മുടയും ഉറക്കം തൂങ്ങി നിൽക്കുന്ന കണ്ണുകളും ആകെ ഒരു കോലമായിട്ടുണ്ട്. മാഷി, വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം. അത് പറയുന്നതോടൊപ്പം അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ ഒപ്പം അവൾ നടന്നു. ഭക്ഷണം അവൻ തന്നെയാണ് ഉരുളയാക്കി വായിലേക്ക് വെച്ചു കൊടുത്തത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവുമോ എന്നറിയില്ല എന്ന തോന്നലിൽ അവനും ഓരോ ഉരുളകളും ശ്രദ്ധയോടെ അവളെ കൊണ്ട് കഴിപ്പിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളുടെ വയറ് നിറഞ്ഞു. ഉള്ളിലൊരു പ്രതീക്ഷയുടെ തിരിവട്ടം ഉയർന്നു. ഊണ് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തു പോകാം എന്ന് പറഞ്ഞ് അവൻ അവളോട് റെഡിയായി വരാൻ പറഞ്ഞു. മക്കളെയും ഒരുക്കി അവളിറങ്ങുമ്പോൾ കടിഞ്ഞാൻ നഷ്ടപ്പെട്ട ഹൃദയം തിരികെ പിടിക്കണമെന്ന ഒരു തീരുമാനം അവളെടുത്തിരുന്നു. ഇനിയും നഷ്ടക്കണക്കിൽ തൻ്റെ ജീവിതം മുഴുകുമെന്നറിയാതെ അവനോടൊപ്പം സന്തോഷത്തിൽ തന്നെ അവൾ ഇറങ്ങി. അവൾക്കും മക്കൾക്കും വയറ് നിറയെ ഭക്ഷണവും ഒരുപാട് വസ്ത്രങ്ങളുമൊക്കെ അവൻ വാങ്ങി നൽകി. അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും പലതും ചെയ്തു തീർക്കാൻ അവന് വല്ലാത്ത ധൃതിയായിരുന്നു. ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് അവർ ഒരു പാർക്കിലേക്കാണ് പോയത്. നിറയെ മരങ്ങളും ഒക്കെയായി കൺകുളിർമ നൽകുന്ന ഒരിടം. ചുറ്റും പച്ചപ്പിൽ നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം. എല്ലായിടത്തും കണ്ണെത്തിച്ച് നോക്കി അവൾ കുഞ്ഞുങ്ങളെ അരികത്ത് ചേർത്ത് പിടിക്കും. ഇളയ കുഞ്ഞ് ഉറക്കം പിടിച്ചിട്ടുണ്ട്. അടുത്ത ആളും ഉറങ്ങാൻ വട്ടം കൂട്ടി തന്നെ ചുറ്റിപ്പിടിച്ച് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഒരു കയ്യാൽ അവനെയും മടിയിലേക്ക് ചായച്ച് കിടത്തി അവൻ. ഇക്കാക്കാക്ക് എന്തേലും പറയാനുണ്ടോ എന്നോട്? ഒരു മുഖവരെയും കൂടാതെ ശാന്തമായി അവൾ ചോദിച്ചു. എങ്ങനെ തുടങ്ങണമെന്ന ചിന്തയിലിരുന്നവൻ അവളുടെ ആ വാക്കുകൾ കേൾക്കെ എന്തൊക്കെയോ പറയാൻ വേണ്ടി അവിടെ നിന്ന് എഴുന്നേറ്റു. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. കുറച്ച് വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. അവളുടെ വീട്ടുകാർക്ക് എല്ലാം അറിയാം. പക്ഷേ അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളും അവന് പുറകിൽ തന്നെയായിരുന്നു. ഈ കല്യാണം നടക്കില്ല എന്ന് അവർ പറഞ്ഞോ? ഞാൻ കാരണമാണോ? എന്താണ് അവൻ പറയാൻ പോകുന്നത് എന്ന ഒരു ഊഹവും. ഇല്ലെങ്കിലും താൻ കാരണം എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന ചിന്തയും അവളുടെ മനസ്സിനെ പിടികൂടി. അല്ല മാഷി, അവർക്ക് കല്യാണത്തിനൊന്നും ഒരു എതിർപ്പുമില്ല. പക്ഷേ അവർക്ക് ഒറ്റമോളായതുകൊണ്ട് മോളെ പിരിയാൻ പറ്റില്ല എന്ന്. അവരുടെ അനന്തരാവകാശികൾ എന്നെപ്പോലെ ഞങ്ങൾ 2 ആളും അവിടെ തന്നെ കഴിയണമെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വിവാഹം
അവൻ പറഞ്ഞതുകൊണ്ട് അവളെ നോക്കി. മറക്കാൻ പറ്റില്ല മാഷി. എനിക്ക് അവളെയും അവൾക്ക് എന്നെയും. ഈ സാഹചര്യത്തിൽ നിന്നെ വിട്ടിട്ട് പോകാനും എനിക്ക് കഴിയുന്നില്ല. ഉടനെ തന്നെ അവർ കല്യാണം കഴിക്കണമെന്നും നടത്തണമെന്നും നിർബന്ധം പിടിക്കുന്നു. നീ ഒറ്റക്കയിൽ പോയാൽ. അവൻ്റെ സ്വരമിടറി. ഒറ്റപ്പെടൽ എന്നത് ചുരുക്കം ചില ദിനങ്ങൾ കൊണ്ട് അവൾക്ക് മനസ്സിലായിരുന്നു. ഇനി ഇക്കാക്ക കൂടി പോയാൽ താനും മക്കളും. ചിന്തകളുടെ കടൽ അവളെ വിറപ്പിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ അവൻ്റെ ജീവിതം താൻ കാരണം നശിക്കാൻ പാടില്ല എന്ന ആഗ്രഹം. സാരില്ല ഇക്കാക്ക, എനിക്ക് വിഷമമൊന്നുമില്ല. ഈ 2 മക്കൾ എൻ്റെ കൂടെ ഇല്ലേ? അത് മതി എനിക്ക്. എൻ്റെ കാര്യം ഓർത്ത് ഒരു വിഷമവും വേണ്ട. പടച്ചോൻ നോക്കിക്കോളും ഞങ്ങളെ. ഉള്ളിലെ സങ്കടക്കെട്ട് ആരും കാണാതെ താഴിട്ട് പൂട്ടി അവളവനെ സമാധാനിപ്പിച്ചു. ഒരാഴ്ച കൂടി മാത്രമേ തനിക്ക് ഇനി കൂടെ നിൽക്കാൻ കഴിയുള്ളൂ. നിക്കാഹൊക്കെ അവരുടെ ഇഷ്ടത്തിൽ നടത്തണം. തനിക്കിപ്പോൾ അങ്ങനെ നിന്ന് കൊടുത്തേ മതിയാവൂ. തകർച്ചയിൽ നിന്ന് കയറാൻ ആ വീട്ടിലെത്തിച്ചേരണം. അവൻ മനസ്സിൽ കണക്ക് കൂട്ടി. അവളെയും കൊണ്ട് തിരിച്ചു പോരുമ്പോൾ 1 മാസത്തേക്ക് വേണ്ട വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചിരുന്നു അവൻ. വീട്ടിലെത്തി കുഞ്ഞുമക്കളെ ഒരാളെ തൊട്ടിലിൽ കിടത്തിയ ശേഷം ഒരാളെ കട്ടിലിൽ കിടത്തി അവനരികിൽ കിടന്നുകൊണ്ട് അവൻ്റെ പുറത്ത് ചെറുതായി ഒന്ന് തട്ടിക്കൊടുത്തു. കാലം കരുതി വെച്ച വിധി എന്ന പാതയിലൂടെ കയറ്റങ്ങളും ഇറക്കങ്ങളും താണ്ടി അവൾ മുന്നോട്ട് നടന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ദിവസേന വിളിച്ചുകൊണ്ടിരുന്ന കൂടെപ്പിറപ്പ് പിന്നെ വിളിക്കാതായി. വേദനിച്ചില്ല. മനസ്സിപ്പോൾ ശക്തമാണ്. പട്ടിണി വിരുന്നെത്തി വയറ് നിറഞ്ഞ് കഴിച്ചിട്ട് തന്നെ നാളുകൾ പിന്നിട്ടു. പറമ്പിലെ കപ്പയും മറ്റും അനുഗ്രഹമായി. സഹായം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥ. എങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ഈ കുഞ്ഞുമക്കളെ ഇട്ട് എന്ത് ജോലി ചെയ്യാനാണ്? വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് ജോലിയാണ് തനിക്ക് വശമുള്ളത്? അടുക്കളപ്പണി അറിയാം. പക്ഷേ വീട്ടുജോലിക്ക് പോയാൽ തന്നെ ആരെങ്കിലും ജോലിക്ക് നിർത്തുമോ? ഉമ്മറക്കോലായിൽ ഉപ്പാൻ്റെ പഴയ ചാരുകസേരയിൽ കുഞ്ഞിനെ ഇരുത്തി അവൾ ചിന്തകളിൽ മുഴുകി. പുറത്തെ ഗേറ്റിൻ്റെ ഓരം കേട്ട വണ്ടിയുടെ നീട്ടിയുള്ള ഹോണടി കേട്ടാണ് ഒന്ന് ഞെട്ടി പുറത്തേക്ക് നോക്കിയത്. വീണ്ടും വീണ്ടും ഹോൺ മുഴങ്ങുന്നുണ്ട്. പിന്നീട് അത് നിൽക്കുകയും കാറിൻ്റെ ഡോറ് തുറക്കുകയും ചെയ്യുന്ന ഹോൺ കേൾക്കുന്നുണ്ട്. ഇവിടേക്ക് വരാൻ ആരാണ്? അവൾ ശബ്ദത്തിലേക്ക് ചെവി കൂർപ്പിച്ചു. ആരോ ഗേറ്റിൽ ശക്തിയായി മുട്ടുന്നുണ്ട്. മാഷിതാ! ഉറക്കെയുള്ള ശബ്ദം. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ പേര് ആരെ വിളിക്കുന്നു. തൻ്റെ പേര് മാഷിത. കണ്ണിൽ വെള്ളം നിറഞ്ഞു. എന്നിട്ടും ഇതൊരു സ്വപ്നമാണോ എന്നവൾ ഒന്നുകൂടി ഓർത്തു നോക്കി. അല്ല, എന്നെ ആരെ വിളിച്ചു. പരിചിതമായി തോന്നുന്നൊരു സൗണ്ട്. അവൾ വെപ്രാളത്തോടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഗേറ്റിന് നേരെ ഓടി. ആരാ? കിതപ്പോടെ അവൾ ചോദിച്ചു. മാഷി, ഞാനാ മോളെ, ഇക്കാക്ക. തൊണ്ടയിടറി ഒരു ശബ്ദം അപ്പുറത്തു നിന്നും അലിഞ്ഞു. അവൾ വേഗം എഴുന്നേറ്റു. അവളുടെ കണ്ണിനീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയിരുന്നു. എന്നെ മറന്നുപോയോ? ഞാനെത്ര കാത്തിരുന്നെന്നറിയോ? തൊണ്ടയിൽ നിന്നും ഒരു വേദന അവൾക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് അവനവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മറന്നിട്ടില്ല മാഷി. എനിക്കൊന്ന് നൂന്ന് നിൽക്കണമായിരുന്നു മാഷി. അതിൻ്റെ ഓട്ടത്തിൽ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. തെറ്റാണ്, അറിയാം. എങ്കിലും ഇനി നീ കണ്ണുനീർ കുടിക്കേണ്ടി വരില്ല. ഞാനുണ്ടാവും കൂടെ. ഇതെൻ്റെ ഉറപ്പാണ്. ഈ ഇക്കാക്കയുണ്ടാവും മോളെ നിൻ്റെ കൂടെ. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് മക്കളെ ഉറക്കിയവൾ കോലായിൽ വന്നിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ മാഷി? ഒരു തുടക്കം പോലെ അവൻ പറഞ്ഞു. എന്തേ? തിളക്കമുള്ള അവൻ്റെ കണ്ണുകളിലെ നോക്കി അവൾ ചോദിച്ചു. എന്നും ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതിയോ നിനക്ക്? ഒരു കൂട്ട് വേണ്ടേ? പ്രായം ചെറുപ്പാണ്. ഒരു താങ്ങ് നിനക്കും മക്കൾക്കും ആവശ്യമാണ് മാഷി. അവൻ്റെ ഓർക്കുന്നുണ്ടെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്ത് പറയാനാണ്? കഴിഞ്ഞ ഈ മാസങ്ങൾ താൻ കടന്നുപോയ കടമ്പകൾ വളരെ ദുസ്സഹമായിരുന്നല്ലോ. വിശപ്പ് എന്തെന്ന് പഠിച്ചു. ഒറ്റപ്പെടൽ എന്തെന്നറിഞ്ഞു. ആരും മിണ്ടാനും പറയാനും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ച് തന്നെ അവളൊന്ന് ഓർക്കുപോയി. ഈ വീട് ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ പോവാണ് മാഷി. അതിനു മുമ്പ് ഇതിലുള്ള എൻ്റെ ഓഹരി കൂടി നിൻ്റെയും മക്കളുടെയും പേരിലേക്ക് ആക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിന്നെ കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതും. നീ വരണം. ഇക്കാക്ക, അത് ഞാൻ ഇവിടെ തന്നെ. വേണ്ട മാഷി. ഇത്രയും നാൾ ഇവിടെ ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടിയിട്ട് തുള്ളി വെള്ളത്തിന് പോലും ആരെങ്കിലും ഈ പടി കടന്നു വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ.
പിന്നെ ആരെ കാണാനാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഒന്നും വേണ്ട, ആരും വേണ്ട, നമുക്ക് പോവാം മോളെ. കുറേ ദിവസങ്ങൾ എനിക്കിവിടെ തങ്ങാൻ പറ്റില്ല. ഇനി നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പോകാനും എനിക്ക് വയ്യ. എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നതും. 2-3 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പോകണം. നീ കേൾക്കുന്നുണ്ടോ മാഷി? അതിനവൾ മെല്ലെ തലയാട്ടി. അധികം ഒന്നും ഓർത്തു വെക്കണ്ട, പോയി കിടന്നുറങ്ങിക്കോ, അവളുടെ തലയിൽ തടവിക്കൊണ്ടവൻ പറഞ്ഞു. ഒന്നും മിണ്ടാതെ എന്തോ ചിന്തയിൽ മുഴുകി അവൾ റൂമിലേക്ക് പോയി. സുബഹി നിസ്കാരം കഴിഞ്ഞ് ചായ ഇടാൻ വേണ്ടി പുറത്തേക്കിറങ്ങി മാഷി. പുറത്തെ വിറകുപുരയിൽ നിന്നും കുറച്ച് ചൂട്ടും കനം കുറഞ്ഞ വിറക് ചുള്ളികളും എടുത്തുകൊണ്ടവൾ അകത്തേക്ക് കയറി. ചിരട്ടയും ചുള്ളികളും കുറച്ച് ചൂട്ടും വെച്ച് ബിസ്മി ചൊല്ലി അടുപ്പ് കത്തിച്ചു. ഏലക്കാമണമുള്ള നല്ല കട്ടൻ ചായ. പള്ളിയിൽ നിന്നും മടങ്ങിയെത്തിയവന് ചൂടോടെ തന്നെ ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ചായ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി അവൻ പുറത്തേക്കിറങ്ങി. ആധാരത്തിൻ്റെ നീക്കുപോക്കുകളെക്കുറിച്ച് സംസാരിക്കാൻ ഒരു സുഹൃത്തിനെ കാണണം. അതൊക്കെ ശരിയാക്കി മറ്റന്നാൾ തന്നെ ഇവിടെ നിന്ന് മാറാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. വീഡിയോ ഒന്ന് വൃത്തിയാക്കാൻ ആളെ നോക്കണം. ഒരു ബ്രോക്കറെ കണ്ട് വാടകക്കാരെ കണ്ടെത്തണം. അങ്ങനെ ഒരുപാട് ജോലികൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കാനുണ്ട്. അവൻ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ അവളോട് പറഞ്ഞിരുന്നു ആവശ്യ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ. കുറേ ചാക്കുകെട്ടുകളിൽ അവൾക്ക് ആവശ്യമുള്ള വീട്ടു സാധനങ്ങൾ ഓരോന്നായി അടുക്കി വെക്കുമ്പോഴും ഇനി എങ്ങനെയാണ് തുടർന്നതെന്ന് അവൾ ഓർത്തു നോക്കിയിരുന്നു. ഇനി ഇക്കാക്കാൻ്റെ ഒപ്പം തന്നെ താമസിക്കാനാവുമോ? അതോ അങ്ങനെയാണെങ്കിൽ അത്രയും വലിയ കുടുംബക്കാരുടെ മുന്നിൽ താൻ എങ്ങനെ കഴിഞ്ഞുകൂടും? കെട്ടിയ പെണ്ണിനെക്കുറിച്ച് ഇക്കാക്ക ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. താനൊന്നും ചോദിച്ചതുമില്ല. ഏകദേശം ഒതുക്കി എടുത്തവൾ അതിനിടയ്ക്ക് മക്കൾക്ക് വേണ്ടുന്ന ഓരോന്നും ചെയ്തു കൊടുത്തു. ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, വാങ്ങിയിട്ട് വരാമെന്ന് ഇക്കാക്ക പറഞ്ഞിട്ടുണ്ട്. ആ സമയം കൂടി അവൾ ഒതുക്കാനും ഉപയോഗിച്ചു. ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങി മാഹിൻ വന്നതും കുഞ്ഞുമോൻ അവൻ്റെ പുറത്തേക്ക് ചാടി കയറിയിരുന്നു. മാമാ, മിഠായി ഉണ്ടോ? പോക്കറ്റിലേക്ക് കൊതിയോടെ അവൻ നോക്കി. ഈ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ കുഞ്ഞ് അവനോട് നന്നായി ഇണങ്ങിയിട്ടുണ്ട്. കുഞ്ഞ് ആഗ്രഹങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചേർത്ത് പിടിക്കേണ്ട നേരത്തെ അകന്നു പോയതോർക്കുമ്പോൾ ഇന്നും നോവ് തന്നെയാണ്. കുറച്ച് പൈസ പോലും അയച്ചു കൊടുക്കാൻ പറ്റാത്ത വിധം ഒരുപാട് ഭാരിച്ച ചുമതലകളും തലയിൽ വന്നിരുന്നു. നിന്ന് തിരിയാൻ പറ്റാത്ത പോലെ കുറേ ബിസിനസ് ട്രിപ്പുകളും മീറ്റിങ്ങുകളും ഒക്കെയായി ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത പോലെ. അപ്പോഴേക്കും മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമുണ്ട്. ഒന്നുമില്ലാത്തവളെ പോലെ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്ന തൻ്റെ പെണ്ണ്. അവൾ ഇനി തൻ്റെ കണ്ണത്ത് ദൂരത്ത് തന്നെ വേണമെന്ന് അവൻ ഉറപ്പിച്ചതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു ഗ്യാപ്പ് എടുത്ത് ഇവിടേക്കൊന്ന് ഓടിയെത്തിയത്. മാമാ, വീണ്ടും ആ കുഞ്ഞുമോൻ്റെ വിളിയിൽ ചിന്തകൾ പല വഴി തെറിച്ചു മാറി. എന്താടാ? അവൻ്റെ താടിയിൽ പിടിച്ചൊന്ന് കുലുക്കി ഒട്ടിയ കവിൾത്തടത്തിൽ ഒരു ഉമ്മ വെച്ച് കൊടുത്തു. ജുനേ, നമ്മുടെ ഔട്ട് ഹൗസിൽ റെൻറ്റിനൊരു കൂട്ടർ വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഫാമിലിയാ. എന്താ നിൻ്റെ അഭിപ്രായം? രാവിലെ റൂമിലേക്ക് വന്നുകൊണ്ട് ഉപ്പ പറയുമ്പോൾ ഉപ്പാൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് മറുപടി പറഞ്ഞവൻ. രാവിലെ തന്നെ കുഞ്ഞിപ്പെണ്ണ് കിടക്കയെല്ലാം നല്ല കോലത്തിൽ അരങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒറ്റക്കാല് കൊണ്ട് അടിച്ചു കളിക്കുന്നുമുണ്ട്. വെള്ള നിറത്തിലെ ബെഡ്ഷീറ്റ് ഇപ്പോൾ നല്ല മഞ്ഞ നിറം പടർന്ന് തുടങ്ങിയിട്ടുണ്ട്. മോണ കാട്ടി പാൽപുഞ്ചിരി തൂക്കിക്കിടക്കുന്ന മോളെ അവൻ ചിരിയോടെ നോക്കി. അവളുടെ ഓരോ നിമിഷവും ഇപ്പോൾ അവന് മനഃപ്പാടമാണ്. കട്ടിലിൽ വെച്ചിരുന്ന ബൈസൺ എടുത്ത് മുകളിലേക്ക് വെച്ചു. പിന്നെ പമ്പേഴ്സ് പതിയെ പൊട്ടിച്ച് വൈറ്റ് ക്ലോത്ത് കൊണ്ട് നന്നായി തുടച്ചെടുത്തു. കുഞ്ഞുടുപ്പും ബെഡ്ഷീറ്റും എടുത്ത് ബേസിനിൽ വെച്ച് ബേബി ബെഡിലേക്ക് മോളെ മാറ്റിക്കിടത്തി. കുറച്ചു നേരം ഫ്രീ ആയിട്ട് കിടക്കട്ടോ, ഉപ്പച്ചി ഉപ്പ വരാം എന്ന് പറഞ്ഞ് അവൻ കഴുകാനുള്ളതൊക്കെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുവച്ചു. തിരിച്ചിറങ്ങുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാക്കി ആൾ നല്ല ഫോമിൽ തന്നെ കളിക്കുന്നുണ്ട്. കണ്ടിരിക്കാൻ വല്ലാത്തൊരു രസമുണ്ട്. ഇളം ചൂടുവെള്ളത്തിൽ ദേഹമൊക്കെ കഴുകി തുടച്ച് പൗഡറൊക്കെ ഇട്ടുകൊടുത്ത് അവളെ ഉടുപ്പണിയിച്ചിട്ട് കൊടുത്തു അവൻ. തിളപ്പിച്ചാറിയ പാൽക്കുപ്പിയിൽ നിറച്ച് കുഞ്ഞിനെ ഇടത്ത് കൈയിലേക്ക് കൊടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു. ഒരു ഉമ്മയെപ്പോലെ. പാൽക്കുപ്പി ആ കുഞ്ഞിളം ചുണ്ടിലേക്ക് വെക്കേണ്ട താമസം അവളൊരു പ്രത്യേക ശബ്ദമുണ്ടാക്കി കുടിച്ചു തുടങ്ങിയിരുന്നു. 3/4 ഭാഗം എത്തിയപ്പോൾ തന്നെ കണ്ണുകൾ പാതി അടഞ്ഞു തുടങ്ങിയിരുന്നു. ചുണ്ടിൻ്റെ സൈഡിൽ കൂടി ഒഴുകിപ്പോകുന്ന പാൽ ചെറിയ കോട്ടൺ വെച്ച് തുടച്ചു കൊടുത്തു. ഉറങ്ങുമ്പോഴും പാൽക്കുപ്പി വായിൽ കടിച്ചു പിടിക്കാനും ചിലപ്പോൾ ഉറക്കിൽ നിന്ന് ഓർമ്മ വന്നെന്ന പോലെ ഒരിറക്ക് പാൽ വീണ്ടും കുടിക്കാനും അവൾക്ക് ഇഷ്ടമാണ്.
ഉറങ്ങിയെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ കുട്ടിയെ തൊട്ടിലിൽ കിടത്തി വേഗം കഴുകാനുള്ള തുണിയൊക്കെ പെറുക്കിക്കൂട്ടി. ഇപ്പോൾ എല്ലാത്തിനും വല്ലാത്തൊരു സ്പീഡാണ്. അവൾ ഉണരും മുമ്പേ കഴുകലും കുളിയും കഴിപ്പും എല്ലാം തീർക്കണം. ഇതൊക്കെ ഇപ്പോൾ ഇവിടുത്തെ നിത്യകാഴ്ചയാണ്. കുഞ്ഞു വന്നതോടുകൂടി തന്നെ പാരലൽ കോളേജിലെ ജോലി നിർത്തിയിരുന്നു. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ജോലി ശരിയാക്കി. വർക്ക് ഫ്രം ഹോം. അതുകൊണ്ട് തന്നെ മോളുടെ കാര്യത്തിൽ അധികം ടെൻഷൻ അടിക്കേണ്ട. പാൽ കുടിച്ച് വയറ് നിറഞ്ഞാൽ അവൾ കൃത്യം 2 മണിക്കൂർ സുഖമായി ഉറങ്ങും. ചില നേരങ്ങളെ വാശി വെച്ചാൽ കുഞ്ഞിപ്പെണ്ണ് പാവമാണ്. ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി അവൻ ജോലിയിലേക്ക് കടന്നു. മാഷി, അത്യാവശ്യം വേണ്ടത് മാത്രമല്ലേ എടുത്തു വെച്ചിട്ടുള്ളൂ. ഒരു ട്രിപ്പ് പോകേണ്ട സാധനങ്ങൾ മാത്രം മതി. ബാക്കി വല്ലതും വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാട്ടോ. ആയിക്കോട്ടെ ഇക്കാക്ക. ഓരോന്ന് ഒതുക്കിപ്പെറുക്കി വെക്കുന്നെങ്കിലും അവളുടെ മനസ്സ് ഇവിടെ ഒന്നുമില്ലാത്ത പോലെ. ഇടയ്ക്ക് ചിന്തകളുടെ കാട് കയറി ചെയ്യുന്ന ജോലി മറന്ന് കുറേ നേരം ഒരേ നിൽപ്പ് നിൽക്കും. കുറേ നേരമായി മാഹിനും അവനെ ശ്രദ്ധിക്കുന്നു. മാഷി, അവൻ വിളിച്ചെങ്കിലും അവളുടെ ശ്രദ്ധ ഇവിടെയൊന്നുമല്ല. വീണ്ടും ഒരു തവണ കൂടി വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് നെട്ടി അവനെ നോക്കി. എന്താ ഇക്കാക്ക, നിനക്ക് എന്താ പറ്റി മോളെ? എൻ്റെ കൂടെ വരാൻ വിഷമാണോ? അതാണോ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? ചെയ്യുന്ന ജോലി നിർത്തി അവൻ അവളിലേക്ക് തിരിഞ്ഞു. എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. എത്ര നാളായി എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടിട്ട്. എനിക്ക് കാണാൻ അവകാശമില്ലെന്നോ? ആരോടാ ഞാനിതൊക്കെ പറയാ? അറിയില്ല. എനിക്ക് അരികത്തായത് കൊണ്ടാ ഞാൻ അവർക്കൊപ്പം അവളെ നിർത്തിയത്. ഓരോ ദിവസവും അവളുടെ മുഖം എന്നെ തളർത്തുന്നുണ്ട്. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. എനിക്കൊപ്പം ഞാൻ വളർത്തിക്കോളാം അവളെ. എന്നെ സഹായിക്കില്ലേ? മാഹീൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചവൾ ചോദിച്ചു. പള്ളി വഴിയാണ് ത്വലാഖ് ചൊല്ലിയത്. അന്ന് ചെറിയ കുട്ടികളായതുകൊണ്ട് 2 മക്കൾ അവൾക്കൊപ്പമായിരുന്നെങ്കിൽ മോളെ അവർക്കൊപ്പമാണ് നിർത്തിയത്. ത്വലാഖ് കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചോ മക്കൾക്ക് ചിലവിന് കൊടുക്കുന്നതിനെക്കുറിച്ചോ ഒരു സംസാരവും നടന്നിട്ടില്ല. ഉപ്പയുടെ മരണവും അത് കഴിഞ്ഞുള്ള അവസ്ഥയും ഒക്കെ കൂടി തകർന്നു നിൽക്കുകയായിരുന്നല്ലോ. സ്വന്തം ചോരയിൽ പിറന്ന 2 കുഞ്ഞു പൈതങ്ങളെ ഒരു വട്ടം പോലും കാണാൻ വരാത്ത അയാളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ പകയെരിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.